ഹലോ ടാരോ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ്സിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അതായത് വളരെയധികം തല്ലിപ്പിരിഞ്ഞ ഒരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വന്ന് മിണ്ടണം, ഒരു ഓക്വേർഡ് ഫീലിംഗ് ആണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളത്. ചെറുതായിട്ടൊക്കെ മിണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും മിണ്ടി തുടങ്ങാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു കംഫർട്ടബിൾ ഫീലിംഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നു. പക്ഷെ നമുക്ക് ഇവിടെ കാർഡ് കിട്ടിയിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞെങ്കിൽ, പക്ഷേ വീണ്ടും സാധാ പോലെ തന്നെ പാച്ചപ്പ് ആവുന്നുണ്ടെങ്കിൽ, അതായത് തിരിച്ച് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഒരേപോലെ തിരികെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിടയിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാതെ പോയവരായിരിക്കണം. വളരെയധികം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ആൾക്കാരായിരിക്കണം. അപ്പോൾ ഈ ലൈഫിൽ ആണ് നിങ്ങൾക്ക് അതിനുള്ളൊരിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും, ഈ വ്യക്തി എനിക്ക് മുന്നേ അറിയാം എന്നുള്ളൊരു ഫീല്. അതായത് ഈ വ്യക്തിയെ കണ്ടപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് ഉള്ളൊരു ഫീൽ ഇങ്ങനെ വരും, ഈ വ്യക്തിയെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിലെ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിക്കാതെ പോയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. അതായത് നിങ്ങൾ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും തിരിച്ചു ഒരു റിലേഷൻഷിപ്പിലേക്ക് രണ്ടുപേരും വീണ്ടും പഴയതുപോലെ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കാൻ ഉള്ളവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീല് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. കാരണം ഇത്രയൊക്കെ തല്ലു പിടിച്ചിട്ട് എങ്ങനെയാണ് ഈ വ്യക്തിയോട് ഞാൻ ഇനി മര്യാദക്ക് എങ്ങനെയാണ് പെരുമാറാൻ എനിക്ക് കഴിയുന്നത് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ. പക്ഷേ അതൊന്നും ഇവിടെ വലിയ പ്രശസ്തിയില്ല. ഓക്കെ, അത് നിങ്ങളുടെ ആ ഒരു ഗിൽറ്റി ഫീൽ അത് നിങ്ങളുടേത് മാത്രമായിട്ടുള്ളതാണ്. അതായത് ഈ വ്യക്തിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പഠിക്കൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവാം. നിങ്ങളതൊന്നും നോക്കാതെ ഈ വ്യക്തിയിൽ തന്നെ ഫോക്കസായിട്ട് നിൽക്കാനാണ് പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആ വ്യക്തിയാണ് എല്ലാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഡ്രീംസിനെ ചേസ് ചെയ്യുക എന്നാണ് ഇവിടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇവിടെ നമ്മളോട് പറയുന്നത്. പഠിക്കാനൊക്കെ ഒരുങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തിനാണ് ഇനി പഠിച്ചിട്ട് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ഫാമിലി കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും. അതായത് നല്ലൊരു അടിപൊളി ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു പാർട്ട്ണറായിട്ട് നിങ്ങളുടെ വ്യക്തി മാറും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട്, പറഞ്ഞു തീർക്കാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിലെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനായിട്ട് ഈ വരും ദിവസങ്ങളിൽ ഈ വ്യക്തി തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി വാക്കുകൾ ഉന്നയിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കണം. ഇതൊരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്, അതൊരിക്കലും നിങ്ങൾ വിട്ടുകളയാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാം. അതേപോലെ തന്നെ ഈ വ്യക്തിക്കും നിങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളുടെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്.
നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ താനെ വർക്കായി വന്നോളും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു പവർ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കുറച്ചും കൂടി പവർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ അഡ്വൈസ് കേൾക്കാനായിട്ട് ഇവിടെ നിൽക്കരുത്. കാരണം നമ്മളെ ചുറ്റിനുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ ആവണം എന്നൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് ശരിയായിട്ട് അത് നിങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ താഴ്ത്തി കാണാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളോ അതായത് ജോലി ചെയ്യുന്ന കാര്യത്തിലോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റുന്ന എന്ത് കാര്യത്തിലാണോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാൻസ് അറിയാമെങ്കിൽ ഒരു ഡാൻസ് സ്കൂൾ പോലെ ഒക്കെ ഇടുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ അതൊരു വലിയ സ്ഥാനമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് ഒക്കെ മാറിയിട്ടുണ്ടാവാം, പക്ഷേ ആ ഒരു പ്രശ്നത്തിനെ ചൊല്ലി വീണ്ടും ഒരിത് വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ഇനിയും ശ്രമിക്കണം. കാരണം വളരെയധികം മനോഹരമായിട്ട് കൊണ്ടുപോവേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് വഴക്കിട്ട് അങ്ങനെ ഒന്നും വരുത്താതിരിക്കുക. പിന്നെ നിങ്ങളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് എപ്പോഴും വഴക്കിട്ടിരിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ഈ വ്യക്തിയെ കൂടുതലും ദേഷ്യപ്പെടുത്തുന്നുണ്ട് ആ ഒരു വഴക്കിടുന്ന ആ ഒരു പ്രോസസ്സ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒരിത്തിരി കുറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം നിങ്ങളുടെ അടുത്തുനിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ ഫ്യൂച്ചർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിട്ട് ജീവിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഫ്യൂച്ചർ ഇവിടെ നമ്മുടെ കാർഡ്സ് കാണിക്കുന്നത് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ അഡ്വൈസ് ഒന്നും എടുക്കാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് ശരിയായിട്ട് അത് മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഗിൽറ്റി അങ്ങനത്തെ ഫീലിങ്ങുകളൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒന്നാണ്. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. പലപ്പോഴും നമുക്ക് തെറ്റുകളൊക്കെ പറ്റും. അത് ഒരു ക്ഷമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ അതപ്പോൾ തന്നെ സോൾവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ ഉള്ള രീതിയിലേക്ക് നിങ്ങളാക്കിയെടുക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.